ഹരേ രാമ ഹരേ കൃഷ്ണ. നല്ല ചിന്തകൾ. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഒരാൾ നേടിയെടുക്കുക എന്നത് ഒരു നിസ്സാര കാര്യമല്ല. പലരും പലതും ലക്ഷ്യം വയ്ക്കും, അത് നേടിയെടുക്കാനായി ഇറങ്ങിത്തിരിക്കുകയും ചെയ്യും. പക്ഷേ അത് വിജയത്തിൽ എത്തിക്കാൻ വളരെ കുറച്ചു പേർക്കേ സാധിക്കുള്ളൂ. പലരും ലക്ഷ്യം കാണാതെ നിരാശരായി പിന്തിരിയും. ഒരാൾ ഒരു ലക്ഷ്യം എങ്ങനെ നേടിയെടുക്കുന്നു എന്ന് ആരും തന്നെ ചിന്തിക്കാറില്ല. അവരുടെ തയ്യാറെടുപ്പുകൾ, മനോഗതി, അവരുടെ ജീവിത രീതി, അവർക്ക് ലഭിച്ച ധൈര്യം, അവർക്കുള്ളിൽ ഉയർന്ന ശക്തി, ഇതെല്ലാം നാം ഒരു വിജയപ്രാപ്തി നേടിയെടുത്തവരോട് ചോദിച്ചു. നാമും അവരും തമ്മിൽ എല്ലാവരും ഒന്നു തന്നെ, മനുഷ്യർ തന്നെ. പിന്നെ ചിലർ മാത്രം വിജയത്തിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെ? നമുക്കും അവർക്കും തമ്മിൽ എന്താണ് വ്യത്യാസം? പരാജിതരായ നമ്മിൽ നിന്നും വളരെ വ്യത്യാസമുണ്ട്. അവരുടെ മനസ്സ്, ചിന്ത, അത് എപ്പോഴും ആ ലക്ഷ്യത്തെക്കുറിച്ച് തന്നെയായിരിക്കും. വേറെ ചിന്തകൾ അവരിൽ വരില്ല. ഒരു വിഷയവും അവരുടെ മനസ്സിലേക്കും വരില്ല, ചിന്തകളിലേക്ക് വന്നു ചേരില്ല. അവർ അവരുടെ മനസ്സിനെയും ചിന്തയെയും അങ്ങനെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. എങ്ങനെയെന്നല്ല, അവർ ഈശ്വരനിൽ മാത്രം അഭയം തേടി ആ ഈശ്വരൻ അവർക്ക് ശരണം നൽകും എന്നവർ ഉറച്ചു വിശ്വസിച്ചു. അവർ ഈശ്വര സ്മരണയോടെ അവരുടെ ലക്ഷ്യത്തിലേക്ക് മനസ്സിനെയും ചിന്തയെയും ഒരുപോലെ ഒരുക്കി മുന്നോട്ട് കുതിച്ചു. ഈശ്വരൻ അവർക്ക് സർവ്വധൈര്യവും അതിനുവേണ്ട ശക്തിയും അനുഗ്രഹവും നൽകി. പിന്നിൽ നിന്നും മുന്നോട്ട് നയിക്കാൻ ഈശ്വരനുണ്ടല്ലോ എന്നുള്ള ആത്മവിശ്വാസത്താൽ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ലക്ഷ്യം നേടിയെടുത്തു. നമുക്കും നാം ഉദ്ദേശിക്കുന്ന ഏത് കാര്യത്തിലും വിജയം കണ്ടെത്താം. അതിന് വേണ്ട ഉറച്ച മനസ്സും ചിന്തയും, ശക്തമായ ആത്മധൈര്യം തന്നെ വേണം. അത് നേടണമെങ്കിൽ നമുക്കുള്ളിൽ ഈശ്വരൻ ഉണ്ടായേ തീരൂ. ഈശ്വരൻ കൂടെയുണ്ടെങ്കിൽ പരാജയം എന്നൊരു വാക്ക് നമുക്ക് അറിയാൻ കഴിയില്ല. അതെ, നാം മുന്നോട്ട് മുന്നേറണമെങ്കിൽ ഈശ്വര കൃപ ഉണ്ടായേ തീരൂ. ആ ഒരു അനുഗ്രഹം നമുക്ക് ആദ്യം തന്നെ നേടിയെടുക്കാം. ആ ലക്ഷ്യം നാം നേടിയെങ്കിൽ മറ്റുള്ള ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ എന്താണ് പ്രയാസം? ഈശ്വരൻ എല്ലാവരെയും ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു.